അന്ന് ഞങ്ങളുടെ ക്ലബ്ബ് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ടതിന് ശേഷം പാർവതിയെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് നമ്മൾ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ലല്ലോ. ഗോൾഡ് മെഡൽ കിട്ടിയതൊക്കെ ഞാൻ പത്രത്തിൽ നിന്ന് അറിഞ്ഞായിരുന്നു. ഇത് എന്റെ അമ്മാവിന്റെ മകനാ ഗിരി. ഓ, അല്ല, എന്റെ ഹെൽപ്പാ പാർവതിക്ക് വേണ്ടത്. എന്താ ഇഷ്യൂ? എനിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സോ? പാർവതി എപ്പോഴാ വിവാഹം കഴിച്ചത്? ക്യാമ്പിന് കണ്ടപ്പോ മാരീഡ് ആയിരുന്നില്ലല്ലോ. ഇന്നലെ ആയിരുന്നു എന്റെ വിവാഹം. എന്താ പാർവതി, ഇന്നലെ വിവാഹം കഴിച്ചിട്ട് ഇന്ന് ഡിവോഴ്സ് വേണോന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചുമ്മാ തമാശ വല്ലതും പറയുന്നതാണോ? അതല്ല മാം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. എനിക്ക് ഡിവോഴ്സ് വേണം. ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു തീരുമാനം? ഇന്നലെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? ഇന്നത്തെ കാലത്ത് നിസ്സാര കാരണങ്ങൾ കൊണ്ടാ പലരും ഡിവോഴ്സിനായിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. അതില് പലരെയും ഞാൻ പറഞ്ഞ് പിന്തിരിപ്പിക്കാറാ പതിവ്. എന്നാലും വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ വിവാഹമോചനം ആവശ്യപ്പെട്ട് എന്റെ മുന്നിലേക്ക് വരുന്ന ആദ്യത്തെ കേസായത്. അല്ല, ആരുമായിട്ടായിരുന്നു പാർവതിയുടെ വിവാഹം? ഇരിക്കുന്ന ഗിരിയേട്ടൻ തന്നെ എന്നെ വിവാഹം കഴിച്ചത്. അപ്പൊ മുറച്ചെറുക്കനും മുറപ്പെണ്ണുമായിട്ടായിരുന്നു വിവാഹം. ബന്ധുക്കളാവുമ്പോ നിങ്ങൾ പരസ്പരം അറിയാവുന്നവരല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? പേരെന്താ പറഞ്ഞേ? ഗിരി. ആ, ഗിരി പറയൂ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അപ്പൊ പാർവതിക്കാണോ പ്രശ്നം? അങ്ങനെ പ്രശ്നമായിട്ടൊന്നും അല്ല മാം. രണ്ടുപേർക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇപ്പൊ എന്തിനാ നിങ്ങൾ വേർപിരിയുന്നേ? അത് വേണം മാം. അതിന് കാരണം എന്താന്ന് എനിക്കറിയണ്ടേ? ഒരു കാര്യം ചെയ്യാം, മിസ്റ്റർ ഗിരി കുറച്ചു നേരത്തേക്കൊന്ന് പുറത്തേക്ക് നിൽക്കൂ. ഞാൻ പാർവതിയോട് ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ആ, പറയൂ പാർവതി.